നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. രാഹുൽ രാജിവെച്ചതാണ്, സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ലെന്നും രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിക്ക് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. TCC ജില്ലാ പ്രസിഡന്റിന്റെ പേര് INTUC പരിപാടിയുടെ നോട്ടീസിൽ വെച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ പങ്കെടുക്കാതെ തിരിച്ചുപോയെന്ന ആക്ഷേപം ഉന്നയിച്ചതിനാണ് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയത്. അന്നമനട ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒന്നാം ദിവസം കാർഷിക പ്രദർശന വിപണന മേള നടന്നു. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. രാഹുൽ രാജിവെച്ചതാണ്, സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ലെന്നും രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. Secondly, we came to know from various media where some people are complaining. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress. So now today also I saw in one newspaper there is a news that there will be a committee set up, but since we didn't get any complaint from any side, how we can do anything? MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറേണ്ട കാര്യമില്ല, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുമ്പോൾ സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ കൂടി കാണണമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. പാർട്ടി അന്വേഷണം ഇല്ല, രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും പരാതിയില്ലാത്തതിനാൽ പാർട്ടി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിക്ക് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. DCC ജില്ലാ പ്രസിഡന്റിന്റെ പേര് INTUC പരിപാടിയുടെ നോട്ടീസിൽ വച്ചില്ലെന്ന ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ പങ്കെടുക്കാതെ തിരിച്ചുപോയെന്ന് ആക്ഷേപം ഉന്നയിച്ചതിനാണ് സുന്ദരൻ കുന്നത്തുള്ളിക്കെതിരെ നടപടിയില്ലാതിരിക്കാൻ കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയത്. INTUCയുടെ വേദിയിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. നോട്ടീസിൽ തന്റെ പേര് വെക്കാത്തതുകൊണ്ട് സതീശനെ പരിപാടിയിൽ നിന്ന് വിലക്കി പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് സുന്ദരൻ കുന്നത്തുള്ളി വേദിയിൽ തുറന്നടിച്ചത്. തൃശൂർ ജില്ലാ DCC പ്രസിഡന്റിന്റെ പേര് വെക്കാത്തതുകൊണ്ടാണല്ലോ, അദ്ദേഹം പരാതി പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവ് തൃശൂരിന്റെ മണ്ണിൽ കാലുകുത്തി തിരിച്ചു പോകേണ്ടി വന്നത്. ഈ പാർട്ടിയുടെ ഒരു അനുഭവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. പാവപ്പെട്ട തൊഴിലാളികൾ, നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, പാർട്ടി നേതാവിനെ സ്വീകരിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ പറയാനും കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അത് മുടക്കാനിരിക്കുന്ന ആളുകൾ നാളെ ഈ പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നല്ലത്. ഒരു പരിപാടി വെച്ചാൽ മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഫോട്ടോ ബാനിലുള്ള റീൽസ് മാത്രം കാണുന്ന ആളുകളാണോ നമ്മുടെ പ്രസ്ഥാനത്തിന്? ഇത്തരം നേതാക്കൾ പാർട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ആഗസ്റ്റ് 14 ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിലാണ് സുന്ദരൻ കുന്നത്തുള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. DCC ജനറൽ സെക്രട്ടറി കൂടിയായ സുന്ദരൻ കുന്നത്തുള്ളിയുടെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വിശദീകരണ നോട്ടീസ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അയച്ചിട്ടുള്ളത്. 5 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നമനട ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒന്നാം ദിവസം അന്നമനട GUP സ്കൂളിൽ നടന്ന കാർഷിക പ്രദർശന വിപണന മേള മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. ഈ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി ഉദ്യോഗസ്ഥർക്കും ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന കർഷകർക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ കാർഷിക
അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. മുൻ ഹരിതമിത്ര അവാർഡ് ജേതാവ് KS സിനോജ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്ന വിഷയത്തിലും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സുജിത് ഗോവിന്ദ് കാർഷിക മേഖലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിലും സെമിനാർ നയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TK സതീശൻ, മഞ്ജു സതീശൻ, K ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. നാളെ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്ന പരിപാടി നടക്കും. മാള കാർമൽ കോളേജിലെ ഫാഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാള ബസ് സ്റ്റാൻഡിൽ സ്ട്രീറ്റ് ഫാഷൻ ഷോ നടന്നു. ഷോയിൽ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പല വർണ്ണത്തിൽ ഓണാഘോഷത്തിന്റെ നിറവ് നൽകിക്കൊണ്ടായിരുന്നു വസ്ത്രങ്ങൾ അവതരിപ്പിച്ചത്. വെസ്റ്റേൺ തുണിത്തരങ്ങളും പെയിന്റിങ്ങുകളും ബ്ലോക്ക് പെയിന്റിംഗ്, ഓർഗാനിക് ഡൈങ് ടെക്നിക്, നാച്ചുറൽ ലീഫ് ഡിസൈൻസ് എന്നിവ ഉപയോഗിച്ചായിരുന്നു വസ്ത്രനിർമ്മാണം. ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നതിനുള്ള സന്ദേശവും പരിപാടിയിൽ അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, ഫാഷൻ ടെക്നോളജി വിഭാഗം മേധാവി റിനി റെജി, പ്രോഗ്രാം കോർഡിനേറ്റർ ജിസ്റ്റ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. അന്നമനട ബ്രഹ്മകുമാരീസ് IMA ബ്ലഡ് ബാങ്ക് ആൻഡ് റിസർച്ച് സെന്റർ തൃശൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്നമനട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ C പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. BK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ, IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ NG രാധാകൃഷ്ണൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചേമ്പലക്കാട്ട് എന്നിവർ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണമൊരുക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സാമൂഹ്യ വിരുദ്ധതയ്ക്കെതിരെ DYFI മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പറവൂർ ടൗണിൽ പ്രകടനവും സമ്മേളനവും നടത്തി. ഡോക്ടർ P സരീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MR റീന അധ്യക്ഷയായി. CPM ഏരിയ സെക്രട്ടറി TV നിധിൻ, DYFI ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത്, CPM ജില്ലാ കമ്മിറ്റി അംഗം PS ഷൈല, TV അനിത, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം N ആദർശ്, രാഹുൽ എന്നിവർ സംസാരിച്ചു. പറവൂരിന് കൈവന്നിരിക്കുന്ന രാഷ്ട്രീയ അവസരം തന്നെയാണ് ഇത് എന്നുമാണ് എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിലെ ഒരു തലമുറയ്ക്ക് പ്രായം കൊണ്ട് പിതൃതുല്യനായിട്ടുള്ള ഒരാളെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ആദ്യ പരാതിക്കാരിയായി തുറന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറായ പെൺകുട്ടി പിതൃതുല്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൈക്ക് വെച്ച് അദ്ദേഹത്തിനോട് ചില ഉത്തരങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില രീതിയിൽ ആ പെൺകുട്ടിയെ അതിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ നേതാവിനെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു. ഇതിനപ്പുറം ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. ഈ പിതാവിനെ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. രാഹുൽ രാജിവെച്ചതാണ്, സ്ഥാനത്തു നിന്ന് നീക്കിയതല്ലെന്നും രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിക്ക് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. DCC ജില്ലാ പ്രസിഡന്റിന്റെ പേര് INTUC പരിപാടിയുടെ നോട്ടീസിൽ വെച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ പങ്കെടുക്കാതെ തിരിച്ചുപോയെന്ന ആക്ഷേപം ഉന്നയിച്ചതിനാണ് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയത്. അന്നമനട ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒന്നാം ദിവസം കാർഷിക പ്രദർശന വിപണന മേള നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.